നമസ്കാരം. പശ്ചിമ ബംഗാളിൽ വീണ്ടും ഗവർണർ ആനന്ദ ബോസും മമതാ ബാനർജിയും തമ്മിൽ തുറന്ന യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നിയമസഭയിലേക്ക് പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട തൃണമൂൽ കോൺഗ്രസിന്റെ 2 MLA-മാരുടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പുതിയ പോരിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഗവർണർ CV ആനന്ദ ബോസിന് പകരം സ്പീക്കർ ഭിമൻ ബാനർജിയാണ് MLA-മാർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത്. അതേസമയം സ്പീക്കറുടെ ഇടപെടൽ ഭരണഘടനാ ലംഘനമാണെന്ന് ഗവർണർ വിമർശിക്കുന്നുണ്ട്. MLA-മാർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കെടുക്കേണ്ടത് ഗവർണറാണ്. അത് എല്ലാം ലംഘിച്ചുകൊണ്ടാണ് സ്പീക്കർ തന്നെ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത്. നിയമസഭയുടെ ഏകദിന പ്രത്യേക സമ്മേളനത്തിലാണ് ഭഗ്വാൻ ഗോയലിൽ നിന്ന് വിജയിച്ച റായൻ ഹോസയ്ക്ക് സർക്കാരും ബറാൻ നഗറിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സായന്തിക ബധോപാധ്യായയ്ക്കും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയത്. സത്യപ്രതിജ്ഞാ ചടങ്ങിനെ ചൊല്ലി കഴിഞ്ഞ ദിവസം വരെ രാജ്ഭവനോ നിയമസഭയോ സത്യപ്രതിജ്ഞയുടെ വേദിയാകേണ്ടതെന്ന തർക്കത്തിൽ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് നിയമസഭയിലാണോ അതോ രാജ്ഭവനിലാണോ സത്യപ്രതിജ്ഞ നടക്കേണ്ടത് എന്ന രീതിയിൽ മമതാ ബാനർജിയും ആനന്ദ ബോസും തമ്മിലുള്ള ഒരു ചെറിയൊരു പ്രശ്നം അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. MLA-മാർ രാജ്ഭവനിൽ സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് തന്റെ നിലപാട് മാറ്റി ആനന്ദ ബോസ് നിയമസഭയിൽ വെച്ച് ഡെപ്യൂട്ടി സ്പീക്കറോട് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കാനാണ് കഴിഞ്ഞ ദിവസം രാജ്ഭവൻ നിർദ്ദേശിച്ചത്. എന്നാൽ ഇന്നത്തെ സമ്മേളനത്തിൽ സ്പീക്കറുടെ സാന്നിധ്യത്തിൽ സത്യപ്രതിജ്ഞ നടത്തുന്നത് അനുചിതമാണെന്ന് ചൂണ്ടിക്കാട്ടി ഗവർണറുടെ നിർദ്ദേശത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു. തുടർന്ന് ഡെപ്യൂട്ടി സ്പീക്കറുടെ അപ്പീലിന് മറുപടിയായി ഭിമൻ ബാനർജി 2 MLA-മാർക്കും സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയായിരുന്നു. എന്നാൽ ഗവർണർ നിയമിച്ച ഡെപ്യൂട്ടി സ്പീക്കർക്ക് പകരം സ്പീക്കർ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തിയതിൽ ഭരണഘടനാപരമായ അനൗചിത്യം ചൂണ്ടിക്കാട്ടി ഗവർണർ രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുമ്പോഴും ഗവർണർക്കെതിരെ കള്ളപ്രചാരണങ്ങൾ മമത പടച്ചുവിടുകയാണ്. അശാന്തി പടർത്തുന്ന ഒരു കാഴ്ചയാണ് പശ്ചിമ ബംഗാളിൽ മമതാ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. അതിൽ പൊറുതിമുട്ടി ജനം ഇപ്പോൾ വലിയ തോതിൽ പ്രതിഷേധിക്കാൻ നഗരത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. തൃണമൂൽ കോൺഗ്രസ് നിലവിൽ ആളുകളെയെല്ലാം വീട്ടിൽ കയറി ആക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൾക്കൂട്ട ആക്രമണങ്ങൾ ഓരോ ദിവസവും പശ്ചിമ ബംഗാളിൽ വർദ്ധിച്ചു വരുന്നുണ്ട് എന്നത് വ്യക്തമാണ്. മമതയുടെ ചൊൽപ്പടിയിൽ നിൽക്കാത്ത ഓരോ വ്യക്തികളെയും മമതയുടെ ഗുണ്ടകൾ ആക്രമിക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ കാണുന്നത്. മമതയുടെ കൂടെ നിൽക്കാത്ത നേതാക്കളെ കൊന്നും വർഗീയ വിത്തുകൾ പാകിയും മമത അവിടെ പ്രശ്നം ഗുരുതരമായി സൃഷ്ടിക്കുന്നുണ്ട്. എന്നാലും മമതയുടെ വിഷയത്തിൽ ഗവർണർ ആനന്ദ ബോസ് രാഷ്ട്രപതിക്ക് ഒരു വ്യക്തമായ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. നേരത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മുന്നിൽ പശ്ചിമ ബംഗാളിൽ നടന്ന എല്ലാ സംഘർഷങ്ങളുടെയും ഒരു വ്യക്തമായ റിപ്പോർട്ട് രാജ്ഭവനും ഗവർണറും ധരിപ്പിക്കുകയും അതിൻ്റെ ഒരു വ്യക്തമായ ഒരു റിപ്പോർട്ട് അമിത്ഷായുടെ മുന്നിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു പ്രശ്നം പശ്ചിമ ബംഗാളിൽ നടക്കുന്നൊരു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ഒരു ഭരണഘടനയിൽ കയറി കളിക്കുന്നു. അതായത് ഗവർണറുടെ സ്ഥാനത്ത് മമത കയറി ഇടപെടുന്നു എന്നതിൽ വലിയൊരു ശല്യം തന്നെ മമതാ ബാനർജി അവിടെ ഉണ്ടാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ആദ്യമേ തന്നെ ഗവർണറുടെ പദവിയിൽ കയറി മമതാ ബാനർജി കളിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആനന്ദ ബോസ് രാഷ്ട്രപതിക്ക് ഒരു വ്യക്തമായ റിപ്പോർട്ട് അവിടെ കൈമാറിക്കുന്നത്.